السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ശേഷം നമ്മുടെ ഞായറാഴ്ചകൾ തോറുമുള്ള ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. റമദാനിൽ ഒട്ടേറെ സൽക്കർമ്മങ്ങൾ നമ്മളൊക്കെ നിർവഹിച്ചു. അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. കടുത്ത ചൂടും ദീർഘമായ പകലും ആയിരുന്നു റമദാനിൽ. റമദാൻ വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരിക്കും ഈ റമദാനിൽ വ്രതമനുഷ്ഠിക്കുക എന്ന് പോലും ചിലർ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈമാനിൻ്റെയും സ്വബറിൻ്റെയും ശക്തിയിൽ ഏത് കാലാവസ്ഥകളിലും അള്ളാഹുവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ, ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞു പോയത് നമ്മൾ അവസാനം അറിയാത്ത രൂപത്തിലായിരുന്നു. ആ രൂപത്തിൽ വളരെ സാഹസപ്പെട്ടും ഏറെ പ്രയാസത്തോടെയും അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് റമദാനോ നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവശേഷിക്കുന്നത് ആ കാര്യങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക എന്നതാണ്. ഏതൊരു സൽക്കർമ്മം ചെയ്താലും അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടത് സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പണിതുയർത്തി. ശേഷം അദ്ദേഹവും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഖുർആൻ എടുത്തു പറഞ്ഞു. പടച്ചവൻ്റെ കൽപ്പന അനുസരിച്ചാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യരായ 2 പ്രവാചകന്മാരാണ്. എന്നിട്ടും ശേഷം അള്ളാഹുവിനോട് അവർ പറഞ്ഞത് റബ്ബന തഖബ്ബൽ മിന്ന, നാഥ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥന ഏതൊരു ഇബാദത്തുകൾ നിർവഹിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു, ഭയപ്പെടുന്ന ഒരു സംഘം ആളുകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അവർ ഭയപ്പെടുന്നത് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിലായിരിക്കുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് അല്ല, അവർ വിശ്വാസികളാണ്, നല്ല കർമ്മങ്ങൾ ചെയ്തതാണ്. പക്ഷേ അല്ലാ യുതഖബ്ബല മിൻഹും, അല്ലാഹ് സ്വീകരിക്കില്ലേ എന്ന ഒരാശങ്കയാണ് അവർക്കുള്ളത്. അതാണ് അവർക്കുണ്ടായിരുന്ന പ്രയാസമെന്ന് ഖുർആനിൻ്റെ ആയത്തിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇബാദത്തുകളെ കുറേ ചെയ്തു, ഈ റമദാൻ കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തി എന്ന നിലയിൽ സംതൃപ്തി അടയുന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ചെയ്തതെല്ലാം പടച്ചവനെ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണ്. റമദാൻ കഴിഞ്ഞാലും വ്രതം അവസാനിക്കുന്നില്ല, ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല. റമദാനിൻ്റെ ശേഷവും ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞ് അടുത്ത മാസം ഷവ്വാലാണ്. ആ ഷവ്വാലിൽ 6 ദിവസം നോമ്പെടുക്കുന്നത് പ്രത്യേകം സുന്നത്തായി പ്രഖ്യാപിച്ചു. ഒരു മാസക്കാലം നോമ്പെടുത്ത് കഴിഞ്ഞ ആളുകളോടാണ് പറയുന്നത്, ഇനി നിങ്ങൾക്ക് 6 ദിവസം നോമ്പെടുക്കുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്, പ്രാധാന്യമുണ്ട്. അതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ, റമദാൻ മാസം വ്രതമനുഷ്ഠിച്ചു,
ശേഷം ഷവ്വാലിൽ 6 ദിവസം വ്രതം അവൻ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഖാന കസുയാമിദ്ദഹർ, വർഷം മുഴുവൻ നോമ്പെടുത്തത് പോലെയാണ് എന്നാണ്. റമദാനിലെ ഓരോ നോമ്പിനും 10 മടങ്ങായ പ്രതിഫലമാണ്. അതേപോലെ 6 നോമ്പിനും 10 മടങ്ങായ പ്രതിഫലമാണ്. അപ്പോൾ 360 ദിവസം വ്രതം അനുഷ്ഠിച്ചതിന് സമാനമായി തീർന്നു. ഈ നിലക്ക് വീണ്ടും സുന്നത്ത് നോമ്പുകളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. അത് റമദാൻ മാസം കഴിഞ്ഞ ഉടനെയുള്ള 6 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്ന് നിയമമില്ല. ആളുകൾ അങ്ങനെ ധരിക്കുന്നവരുണ്ട്. പെരുന്നാളിൻ്റെ പിറ്റേന്ന് മുതൽ തുടർച്ചയായ 6 ദിനം തന്നെ നോമ്പെടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്താൽ അത് നല്ലതാണ്, സൗകര്യമായിരിക്കും. പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സൗകര്യപ്പെട്ട 6 ദിനം നോമ്പെടുക്കുക എന്നേ ഉള്ളൂ. അത് തുടർച്ചയായി എടുക്കണമെന്നില്ല, ഇടവിട്ട ദിവസങ്ങളിലായി എടുക്കാം, ആളുകളുടെ സൗകര്യമനുസരിച്ച് ചെയ്യാം. ഈ ശവ്വാൽ മാസത്തിൽ ഏതെങ്കിലും 6 ദിവസം ഈ ഒരു നിയ്യത്തോടുകൂടെ വ്രതം അനുഷ്ഠിച്ചാൽ ഈ പറയുന്ന പുണ്യം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ന്യായമായ കാരണമുള്ളതുകൊണ്ട് റമദാനിലെ വ്രതം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഉണ്ടാകാം. രോഗം ബാധിച്ചുകൊണ്ടോ സ്ത്രീ സഹജമായ കാരണങ്ങളാലോ ചിലപ്പോൾ റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പും എടുക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശവ്വാലിലെ 6 നോമ്പ് എടുക്കാമോ? അതെടുത്താൽ ഈ പറയപ്പെടുന്ന പുണ്യം ലഭിക്കുമോ? ഒരു വർഷം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുമോ? പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന വീക്ഷണമുള്ളൊരു വിഷയമാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം റമദാൻ നോമ്പ് ആദ്യം ഖളാ വീട്ടുകയും നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയും അതിൻ്റെ ശേഷം ശവ്വാലിലെ 6 നോമ്പെടുക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റൊരു കൂട്ടം ആളുകളുടെ അഭിപ്രായം അതിൻ്റെ ആവശ്യമില്ല. കാരണം റമദാൻ നോമ്പ് കാരണമുള്ളതുകൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് ഖളാ വീട്ടാൻ അടുത്ത റമദാൻ വരെ, ശഅബാൻ അവസാനം വരെ വിശാലമായ സമയം തന്നിട്ടുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടാറുള്ളത് ശഅബാൻ മാസത്തിലായിരുന്നു എന്നാണ്. ശഅബാൻ മാസം വരുമ്പോഴാണ് റമദാനല്ലേ വരുന്നത്, ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് ശഅബാനിലാണ് ഖളാ വീട്ടുന്നത്. അപ്പം അത്രയും വിശാലമായ ഒരു സമയം റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടാൻ നൽകിയിട്ടുണ്ട്. എത്രയും നേരത്തെ ഖളാ വീട്ടുന്നതാണ് ഉത്തമമായത്. ഇനി ഒരാൾക്ക് അസൗകര്യമുണ്ടെങ്കിൽ അയാൾക്കത് ശഅബാൻ ആകുന്നവരെ, അവസാനിക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോകാം. അടുത്ത റമദാൻ്റെ മുമ്പായിട്ട് വീട്ടിയിരിക്കണം. ഇതാണ് അതിൽ നിയമമായിട്ടുള്ളത്. അപ്പോൾ വിശാലമായ സമയം നൽകപ്പെട്ട വ്രതമാണ് കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ റമദാനിലെ നോമ്പ്. അതുകൊണ്ട് തന്നെ ആ നോമ്പ് ഖളാ വീട്ടുന്നതിൻ്റെ മുമ്പ് ശവ്വാലിലെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന പ്രതിഫലം അയാൾക്കും ലഭിക്കുമെന്നാണ്. ഇതാണ് രണ്ടാമത്തെ വീക്ഷണം. റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടാതെ ശവ്വാലിലെ 6 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയും പിന്നീട് റമദാൻ നോമ്പിൽ നഷ്ടപ്പെട്ടു പോയത് സൗകര്യപ്പെട്ട ദിവസങ്ങളിൽ അയാൾ പൂർത്തിയാക്കുകയും ചെയ്താൽ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതാണ് കൂടുതൽ തെളിവിൻ്റെ പിൻബലമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ, കാരണം ശവ്വാൽ മാസത്തിൽ എന്ന് പറയുന്നത് ഈ മാസവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മാസം കഴിഞ്ഞാൽ പിന്നീട് ഖളാ വീട്ടാൻ അവസരമില്ലാത്ത നോമ്പാണ് ഇതുപോലുള്ള നോമ്പ്. ഇപ്പോൾ മുഹറം 10-ൻ്റെ നോമ്പ് എന്ന് പറയുന്നത് അത് മറ്റൊരു ദിവസം മുഹറം മാസത്ത് തന്നെയാണെങ്കിലും ഖളാ വീട്ടാൻ വകുപ്പില്ല. പിന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ചില ആളുകൾ ശവ്വാൽ നോമ്പെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫർളായ നോമ്പും സുന്നത്തായ നോമ്പും ഒരുമിച്ച് നിയ്യത്ത് വെക്കും. അങ്ങനെ 2 നോമ്പും ഒരുമിച്ച് നിയ്യത്ത് വെക്കുന്ന ആളുകളുണ്ട്. ശവ്വാൽ നോമ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൻ്റെ കൂടെ തന്നെ റമദാനിലെ ഖളാ എന്ന നിയ്യത്തും വെച്ച് രണ്ടും കൂടി ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ലഭിക്കുമോ ഇല്ലയോ? ഫർളായിട്ട് തന്നെ നിർവഹിക്കണം. ശവ്വാൽ നോമ്പ് എന്ന് പറയുന്നത് സ്വതന്ത്രമായൊരു സുന്നത്ത് നോമ്പാണ്, സ്വതന്ത്രമായൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് ആ രീതിയിൽ തന്നെ നിർവഹിക്കണം. അപ്പം അതുകൊണ്ട് ഫർള് വേറെയും സുന്നത്ത് നോമ്പ് വേറെയുമായി നിർവഹിച്ചാലേ ഉദ്ദേശിക്കപ്പെടുന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ചിലർക്ക് അങ്ങനെ രണ്ടും ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ലഭിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഫർളായ നോമ്പ് അതൊരു സ്വതന്ത്ര ഇബാദത്താണ്.
ശവ്വാൽ നോമ്പ് എന്ന് പറയുന്നതും അതും ഒരു സ്വതന്ത്ര ഇബാദത്താണ്. അതുകൊണ്ട് സ്വതന്ത്രമായ ഇബാദത്തുകൾ പരസ്പരം ഒരു നിയ്യത്തിൽ ഒരുമിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പള്ളിയിൽ പ്രവേശിച്ചാൽ ആദ്യം വേണ്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. ളുഹർ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഒരാൾക്ക് നമസ്കരിക്കേണ്ടതുണ്ട്. ആ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ കൂടെ തഹിയ്യത്തും കൂടി ഉദ്ദേശിച്ചാൽ അയാൾക്ക് 2 ലഭിക്കും. ആ 2 സുന്നത്താണ്. അവിടെ ഉദ്ദേശം പള്ളിയിൽ വന്നാൽ ആദ്യം വേണ്ടത് എന്താണ്? സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം എന്നാണ്. അത് റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവിടെ 2 ലഭിക്കുന്നു. ഇപ്പോൾ ജനാബത്തിന് വേണ്ടി ഒരാൾ കുളിക്കുന്നു, വെള്ളിയാഴ്ചയാണ്, അയാൾ വെള്ളിയാഴ്ചയുടെ കുളിയും കൂടി ഉദ്ദേശിച്ചാൽ അതും ലഭിക്കും. കാരണം അത് സ്വതന്ത്രമായ ഇബാദത്തല്ല, അത് രണ്ടും ഇബാദത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമാണ്. നമസ്കരിക്കണമെങ്കിൽ ശുദ്ധിയാവണം, ജുമാക്ക് പോകാൻ ശുദ്ധിയാകണം, അതൊക്കെ അതിനുള്ള മാർഗങ്ങളാണ്. അതാണ് തമ്മിൽ അടിസ്ഥാനപരമായി ഈ വിഷയത്തിലുള്ള വ്യത്യാസം. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു ഇബാദത്ത് അത് മാത്രമായി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണെങ്കിൽ ആ ഇബാദത്ത് ഫർളും സുന്നത്തും കൂടി ഒരു നിയ്യത്തിൽ കൂട്ടിക്കലർത്തരുത് എന്നാണ്. ഇനി അങ്ങനെ ഒരു നിയ്യത്തിൽ 2ഉം കൂടി ചെയ്താൽ എന്താണ്? ഫർള് കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, സുന്നത്ത് കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, 2ഉം കിട്ടൂല എന്ന് പറഞ്ഞവരുണ്ട്. 3 അഭിപ്രായമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. അപ്പം എന്തുകൊണ്ടാണെങ്കിലും നല്ലതും സൂക്ഷ്മതയും കൂടുതൽ ശരിയോടടുത്ത് നിൽക്കുന്നതും ഫർള് വേറെ നമ്മൾ നിർവഹിക്കുക, സുന്നത്ത് വേറെ നിർവഹിക്കുക. റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ശവ്വാലിൽ ഖളാ വീട്ടാൻ പ്രയാസമാണെങ്കിൽ ശവ്വാലിൽ ഖളാ വീട്ടാതെ മറ്റു മാസത്തിലേക്ക് മാറ്റിവെക്കുക. ശവ്വാൽ 6 നോമ്പ് ശവ്വാൽ മാസത്തിൽ തന്നെ നിർവഹിക്കുക. സാന്ദർഭികമായൊരു വിഷയം നിനക്ക് സൂചിപ്പിച്ചതാണ്. അപ്പോൾ സൂചിപ്പിച്ചത് റമദാൻ അവസാനിക്കുന്നതോടുകൂടെ ഇബാദത്തുകളുടെ മേഖലകളിൽ നിന്നൊരു തിരിച്ചുപോക്കല്ല, വീണ്ടും ഇബാദത്തിലേക്ക് തന്നെ തുടർന്നു കൊണ്ടിരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ശവ്വാലിൽ തന്നെ 6 നോമ്പ് പ്രത്യേകം സുന്നത്തായി പ്രഖ്യാപിച്ചതിലൂടെ, മഹത്തായ പ്രതിഫലം പ്രഖ്യാപിച്ചതിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം. അതേപോലെ റമദാൻ അവസാനിക്കുന്നതോടുകൂടെ ഖുർആൻ പാരായണം അവസാനിച്ചു പോകരുത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന റമദാനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഖുർആനിൽ നിന്ന് അകൽച്ചയാണ്. സമീപത്ത് ഖുർആൻ ഉണ്ടെങ്കിലും അതെടുത്ത് പാരായണം ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവുകയാണ്. റമദാനിലെ കണ്ണും കാതുമൊക്കെ നമ്മൾ നിയന്ത്രിച്ചിരുന്നു, സംസാരത്തിന് വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. ആ ഒരു നിയന്ത്രണമുള്ള ജീവിതമാണ് റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷവും തുടരേണ്ടത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് തഖ്വയുള്ള ജീവിതമെന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ പല സഹാബികളോടും ഈ വിഷയം പലരും ചോദിച്ച സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്താണ് ഇസ്തിഖാമത്ത്, നേർക്കുനേരെയുള്ള ജീവിതം, എന്താണ് സൂക്ഷ്മതയുള്ള ജീവിതമെന്ന്. സ്വഹാബികൾ അതിന് നൽകിയ വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. മുള്ളുകൾ നിറഞ്ഞ ചെളിയുള്ള ഒരു വഴിയിലൂടെയാണ് നീ നടക്കുന്നത്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ മുള്ള് കാലിൽ പറ്റാതിരിക്കുവാൻ വേണ്ടി, ചെളി വസ്ത്രത്തിൽ പുരളാതിരിക്കുവാൻ വേണ്ടി നീ വളരെ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ കടന്നു പോവുക. ഇതുപോലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കടന്നു പോകുമ്പോൾ അവിടെ മുള്ളുകളുണ്ട്, അഴുക്കുകളുണ്ട്. ആ അഴുക്ക് ചാലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുള്ളുകൾ ശരീരത്തിൽ ഏൽക്കാതെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുക. അങ്ങനെ നന്മയുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുക. അപകടമുള്ള വഴികൾ മാറ്റിവെച്ച് നന്മയുള്ള വഴികളിലൂടെ നീ നടക്കുക. അതാണ് നിനക്കുണ്ടാകേണ്ടത് എന്നാണ്. അതാണ് ശരിക്കും തഖ്വ, സൂക്ഷ്മത, ഭക്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഭക്തിയുള്ള ജീവിതമാണ് റമദാൻ നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു തഖ്വ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആനോടുള്ള ബന്ധം പോലെ തന്നെയാണ് റമദാനിൽ നമ്മൾ തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, ശരി, വേണ്ടത് തന്നെയാണ്. പക്ഷെ റമദാൻ കഴിഞ്ഞാലും ആ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ അല്ലാഹുവേ നീ പൊറുക്കണേ എന്ന്, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ റമദാനിൻ്റെ ശേഷവും നമുക്ക് സാധിക്കണം. റമദാനിൽ ചെയ്ത പോലെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ആത്മമിത്രമായ റസൂൽ എന്നോട് വസിയ്യത്ത് ചെയ്തത് 3 കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് നൽകി വസിയ്യത്ത് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണയുള്ള ഒരു ഉപദേശത്തേക്കാൾ ഗൗരവമുള്ളതാണെന്ത്?
വസിയ്യത്ത്. 3 കാര്യങ്ങളാണ് വസിയ്യത്ത് ചെയ്തത്. ലൻ അദഉന്നമായിഷ്തു, ഞാൻ ജീവിതകാലം അത്രയും ഞാനത് ഉപേക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു വസിയ്യത്ത്, ഒന്ന് എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ്. എല്ലാ അറബി മാസത്തിലെയും 3 ദിനം, അറബി മാസത്തിലെ 13, 14, 15, പൗർണമി ദിനം, അയ്യാമുൽ ബീൽ, രാത്രി വെളുത്ത് നിൽക്കുന്ന ദിനം, ആ പൗർണമി ദിനങ്ങളിൽ നോമ്പെടുക്കുന്നതാണ് പ്രാധാന്യമായിട്ട് ഒരു മാസത്തിലെ 3 നോമ്പായി പഠിപ്പിച്ചത്. റസൂൽ നൽകിയിട്ടുള്ള വസിയ്യത്ത് ഒന്നതാണ്, എല്ലാ മാസത്തിലും 3 ദിനം നോമ്പെടുക്കുക എന്നാണ്. മറ്റൊന്ന് വസലാത്തിൽ ലുഹ നമസ്കാരമാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വസിയ്യത്ത് ലുഹ നമസ്കാരം. മറ്റൊന്ന് വ അൻ ഊത്തിറ ഖബല അൻ അനാമ, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമാണ്. ഇത് നമ്മുടെ മലയാളികൾക്ക് ആവശ്യമുള്ള ഉപദേശമാണ്. കാരണം നമ്മളൊക്കെ വൈകി ഉറങ്ങുന്ന ആൾക്കാരാണ്. നേരത്തെ ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയം അതാണ്. വളരെ നേരത്തെ ഉറങ്ങുന്ന ആളുകളുണ്ട്, അവർക്ക് നേരത്തെ ഉറങ്ങി സുബഹിക്ക് 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദായിക്കൊണ്ട് നമസ്കരിക്കുക, അവസാനം 3 വിത്റായിട്ട് നമസ്കരിക്കുക. വൈകി ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നമസ്കരിച്ചുകൊണ്ട് ഉറങ്ങുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശം. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്, പ്രയാസമില്ലാത്തതാണ്. രാവിലെ ജോലിക്ക് വേണ്ടി എഴുന്നേറ്റ് പുറപ്പെടുന്ന സമയത്ത് വുളൂ ചെയ്ത് 2 റക്അത്ത് ളുഹ നമസ്കരിച്ച് ഇറങ്ങി പുറപ്പെടാം. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ ആ സമയം തന്നെയാണ് ളുഹയുടെ സമയം. സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്ന ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം സൂര്യൻ ഉച്ചക്കെത്തുന്നവരെയാണ്. ഉച്ച തിരിഞ്ഞാലാണ് ളുഹർ വാങ്കുവിളിക്കുന്നത്. ആ ഉച്ചയിലെത്തുന്നവരെയുള്ള വിശാലമായ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 2 റക്അത്ത് ളുഹ കൂടിയത് 8 റക്അത്ത് വരെയൊക്കെ ആകാം, ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 1 റക്അത്തെങ്കിലും വിത്ർ 3 ആകാം, 1 ആകാം, കൂടിയാൽ 11 വരെ ആകാം. സൗകര്യമനുസരിച്ച് ഒരാൾക്ക് ആ വിത്ർ നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വസിയ്യത്ത്. സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലൂടെ ഒരു ഇബാദത്ത്, നമുക്കൊരു സീസണാണ്, ഇബാദത്തിൻ്റെ ഒരു സീസണാണ് റമദാൻ. എല്ലാ ഇബാദത്തുകളും സജീവമായിരിക്കും. പക്ഷെ റമദാൻ കഴിഞ്ഞാലും അത് പൂർണ്ണമായും നഷ്ടപ്പെടാതെ അതിൽ സുന്നത്തായി നിർദ്ദേശിക്കപ്പെട്ടത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും സാധ്യമാകുന്ന സുന്നത്തുകൾ ചെയ്യുക. സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ ഫർളല്ല, നിർബന്ധമല്ല. ചെയ്യാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യാം. ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് വിചാരണയോ ശിക്ഷയോ കുറ്റമോ ഇല്ല. അതുകൊണ്ടാണ് സുന്നത്ത് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള സുന്നത്തുകൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച്, ജോലിയുടെയും മറ്റ് ചുറ്റുപാടുകളുടെയും അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. സൂക്ഷ്മതയുള്ള ജീവിതം കാത്തു സൂക്ഷിക്കുക. റമദാൻ കഴിഞ്ഞ് സാധാരണ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാകും, നമ്മുടെ ജീവിതത്തിലുണ്ടാകും, മനസ്സുകൾക്കുണ്ട്, എല്ലാത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളിൽ നേരത്തെ സഹാബത്ത് സൂചിപ്പിച്ച പോലെ കല്ലും മുള്ളുകളും നിറഞ്ഞ വഴികളുണ്ട്, അഴുക്കുകളും ചെളികളുമുണ്ട്. അതിലൂടെ കടന്നു പോകാതെ സൂക്ഷ്മതയോടുകൂടെ ജീവിതം നയിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, സുമ്മസ്തഖാമു, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുസ്തഖീമാണ്, ശരിയായ ദിശാബോധത്തോടുകൂടെ സൽപാതയിലൂടെയുള്ള സഞ്ചാരമാണ്, ജീവിതമാണ് അവർ നയിക്കുന്നതെങ്കിൽ അവരടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരടുക്കൽ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്, സന്തോഷിച്ചുകൊള്ളൂ എന്ന് മലക്കുകൾ അവരോട് പറയുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമാണ് പരലോകത്ത് വരാനിരിക്കുന്നത് എന്ന് മലക്കുകൾ മരിക്കുന്ന സമയത്ത് ഈ മുഅ്മിനായ മനുഷ്യനോട് പറയുമെന്നാണ്. അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. കാരണം മരണം എന്ന് പറയുമ്പോൾ അതുവരെ നമുക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുന്ന സമയമാണ്. ഒരാൾ മരിക്കുമ്പോൾ അയാളെ കൂടെ ആരും മരിക്കാൻ തയ്യാറാവില്ല.
അയാളുടേത് എന്ന് അയാൾ അവകാശപ്പെട്ടതും കരുതിയതും എന്തൊക്കെയാണോ എല്ലാം മരണത്തോടെ അവസാനിക്കുകയാണ്. ഭാര്യ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, സ്വത്ത്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ട്. എല്ലാം തന്നെ മരണം ആസന്നമാകുന്നതോടെ അവസാനിച്ചു. പിന്നെ അവനവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ കൂടെ ആരുമില്ല. ആ സന്ദർഭത്തിലാണ് മലക്കുകൾ പറയുന്നത്, സന്തോഷിച്ചു കൊള്ളുക, നിനക്കിതാ സ്വർഗമാണ് ലഭിക്കാനുള്ളത്. ദുനിയാവിൽ ജീവിച്ച കാലം നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ ദുഃഖിക്കേണ്ടതില്ല. വരാനിരിക്കുന്ന ലോകത്ത് നിനക്ക് നരകമാണെന്ന് ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു വാർത്ത ആ സന്ദർഭത്തിൽ കേൾക്കുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ സന്ദർഭമായിരിക്കും. അതുപോലെ സന്തോഷിച്ച സന്ദർഭം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ആ വലിയ ഒരു സന്തോഷം അനുഭവിക്കാൻ അവസരം ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്നവൻ പ്രഖ്യാപിക്കണം. രണ്ടാമത്തെ, സുമ്മസ്തഖാമു, ശരിയായ പാതയിലൂടെ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. അതാണ് വലിയ സൗഭാഗ്യം. അതിനുള്ള അവസരമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് റമദാനിലൂടെ ലഭിച്ചത്. റമദാനിൻ്റെ ശേഷമുള്ള ജീവിതത്തിലും അത് തന്നെയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ മുസ്തഖീമായ പാതയിലൂടെ ജീവിച്ച് മരിക്കുമ്പോൾ സന്തോഷവാർത്ത കേട്ടുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹ അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഫർളുകളും സുന്നത്തുകളും ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാനുള്ള സർവത്ര അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്കെല്ലാം വർഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മോടൊപ്പമുള്ള ആളുകളെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.